ഈ ഇന്റർനാഷണൽ പ്ലേബോയുടെ കൂടെ ഈ വീട്ടില് അത് ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വരാൻ തുടങ്ങിയതോടെ നല്ല പേടിയും ടെൻഷനൊക്കെ കയറി വരാൻ തുടങ്ങി. അതൊന്നും പുറമേ കാണിക്കാതെ ഇനി എന്താവും എന്ന മട്ടിലുള്ള അവനെ നോക്കിയപ്പോ അവൻ അടുത്ത പണിയും കൂടി തരാൻ തുടങ്ങി. ഒരു ചെറിയ ഷോപ്പിംഗ് നടത്താനുണ്ട്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. പിന്നെ എന്റെ ഫ്രിഡ്ജിൽ എപ്പോഴും സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണം. ഇപ്പോ ഫ്രിഡ്ജ് ഏകദേശം കാലിയായി തുടങ്ങിയിട്ടുണ്ട്. സോ ക്രെഡിറ്റ് കാർഡ്, എന്റെ കാറിന്റെ കീയും സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ തനിക്ക് അയച്ചു തരാം. താൻ ഇതൊക്കെ പോയി വാങ്ങിയിട്ടു പോ. മിസ്റ്റർ ലിയോൺ, ഞാൻ നിങ്ങളുടെ PA ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സർവന്റിനെ പോലെ പണിയെടുക്കാനല്ല. ഇതൊക്കെ പണി തരാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നോട് എന്തിന് ഇത്രക്ക് ദേഷ്യം? താനിങ്ങനെ ഹീറ്റ് ആകാൻ മാത്രം ഞാൻ തന്നെ കൊണ്ട് പണിയൊന്നും എടുപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതിനൊക്കെ കൂടി ചേർത്താണ് ഞാൻ തന്റെ സാലറി ഡബിൾ ആക്കിയത്. എന്നിട്ട് അതിൽ നിന്നും 10% ഇയാൾ കട്ട് ചെയ്തില്ലേ? അത് തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാ. ഞാൻ പറഞ്ഞ ഡ്യൂട്ടി പറഞ്ഞ സമയത്ത് ചെയ്തു തരത്തില്ലെങ്കിൽ ഇനിയും ഞാൻ സാലറി കട്ട് ചെയ്യും. പിന്നെ അത് വേണോ അതോ ഞാൻ പറയുന്നത് കേൾക്കുന്നു? ഓക്കെ ഗുഡ്. സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ തനിക്ക് അയച്ചു തരാം. ഒരു ഐറ്റവും മിസ്സാക്കരുത്. എന്നാ പിന്നെ പൊക്കോ. അരമണിക്കൂറാണ് ഞാൻ തനിക്ക് തരുന്ന സമയം. അതിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ 20% കട്ട്. ഓ വേണ്ട, ഞാൻ പൊക്കോളാം. ഓ, ഇവിടെ ഇത്ര പെട്ടെന്ന് വന്നോ? സോ ഫാസ്റ്റ്. വാതിലോളം നോക്കാം. ഹായ് സാങ്മയ്, ബ്രദറിനെ കാണാൻ ഇപ്പോഴാണോ തോന്നിയത്? എവിടെയാടാ വന്ന് വന്ന് നീ ഇപ്പൊ ഫ്ലാറ്റ് വരെ പെമ്പിളേറെ കയറ്റി തുടങ്ങിയല്ലേ? എവിടെയാടാ അവള്? വേഗം പറ. അങ്ങേ, ഹേയ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ഇവിടെ ഒരുത്തിയും വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെ സെക്യൂരിറ്റി എന്നോട് കാണാൻ പറഞ്ഞതായിരിക്കും അല്ലെ? എന്നോട് വിളിച്ചെടുക്കാതെ അവളെ എവിടെയാ ഒളിപ്പിച്ചതെന്ന് സത്യം പറയല്ലേ? എവിടെ അവള്? ഞാൻ എത്തി. എപ്പോ വന്നു? എത്ര നാളായി നമ്മളെ കണ്ടിട്ട്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് സാങ്മയെ കാണാൻ പറ്റുമെന്ന്. അപ്പോ ഞാൻ കേട്ടത് സത്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലല്ലേ? നോ വേ. സാങ്മയ്, ഷീ ഈസ് മൈ PA. അവള് PA ആണെന്നുള്ള കാര്യം നിനക്ക് അറിയുന്നതല്ലേ? അപ്പോ അവൾ ആ ഡ്യൂട്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പിണ്ണാക്കുമില്ല, ഇനി ഉണ്ടാകാൻ പോണുമില്ല. ഇന്നലെ വൈഭവ് ന്യൂസ് കണ്ടപ്പോ ഞാൻ കരുതി എല്ലാവരും പറഞ്ഞു നടക്കുന്നത് പോലെ ഒരു ലവ് സ്റ്റോറി നിങ്ങൾക്കിടയിലുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഞാൻ നിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടല്ല ഇമാജിൻ ചെയ്തത്. നിന്റെ ഒറിജിനൽ ഗേൾഫ്രണ്ട് എന്ന നിലയിലാണ്. പറയാൻ പറ്റില്ല, എന്റെ പുന്നാരനിയനി ഒരു പെടിയ വെള്ളക്കാനൊന്നും സമയം വേണ്ടല്ലോ. സോ ഇവളും നിന്റെ വലയിൽ വീണു കാണുമെന്ന് ഞാൻ കരുതി. എന്നാലും ഇവിടെ അതിന് കിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സാങ്മയ്, നീ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടി കുക്ക് ചെയ്തോളൂ. വാ. കാലമാണ് ഞാനും തീവിന്റെ അടിമയോ കോപ്പ് ഒന്നും പറയാണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡ് കൊണ്ടാണ് വന്നത്. അല്ല, ലുഹാനും കൂടിയുള്ള ഫുഡ് എടുത്തോണ്ട് ഞാൻ വന്നത്. അവനെവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവനെവിടെ പോയി? ഓ അതോ, അവനവന്റെ വീട്ടിലോട്ട് പോയതോ? ഇനി ഇപ്പോഴൊന്നും അവനെ പ്രതീക്ഷിക്കണ്ട. ആന്റിക്ക് ആന്റിന്റെ പൊന്നാര മോനോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകാനുണ്ടാവും. സോ എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് അവൻ എന്തെങ്കിലും നന്നായിട്ടുണ്ടോ? എവിടെ? നിന്റെ കൂടെയല്ലേ നടത്താം, പിന്നെ എങ്ങനെ നന്നാവാനാ? ആ സാങ്മയ്, മതി മതി, ഇനി ആ ഫുഡ് കഴിക്കട്ടെ. അതൊക്കെ പിന്നെ പറയും. ലീ, ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയണ്ടേ? നാളെ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന മീറ്റിംഗ് നടക്കാൻ പോവാ. പാപ്പയും അങ്കിളും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ലീ. സോ നാളെ നീ ചെന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കണം. ഹാൻഡ് ഗ്രൂപ്പ്സിന്റെ ഷെയർ നമ്മുടെ കമ്പനിയിലേക്ക് വാങ്ങിച്ചു തരണം. അതിന് നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐ ആം റിയലി സോറി സാങ്മയ്, ഞാൻ നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കില്ല. ലീ, നീ എന്തൊക്കെ ഈ പറയുന്നത്? നാളത്തെ മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ടാണോ നീ പോകില്ലെന്ന് പറയുന്നത്? സാങ്മയ്, നാളത്തെ മീറ്റിംഗിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹാൻഡ് ഗ്രൂപ്പ്സിന്റെ ഷെയറും കൂടി കോങ് ഗ്രൂപ്പ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോങ് ഗ്രൂപ്പിന്റെ ആധിപത്യമായിരിക്കും ഈ ബിസിനസ് മേഖലയിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ഞാൻ കോങ്സ് ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുമെന്ന്
സംഗമയി കരുതുന്നുണ്ടോ? ഏയ് ലിയോൺ, മര്യാദയ്ക്ക് നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതാണ് നിനക്ക് നല്ലത്. ഹാങ് ഗ്രൂപ്പ്സിന്റെ ഡയറക്ടറെ കൺഫ്യൂഷൻ ആക്കി ആ ഷെയർ നമ്മുടെ കമ്പനിയിലേക്ക് വാങ്ങിച്ചു തരേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്. നീ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ സാങ്മയി എന്ന് വിളിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. ഓക്കെ ലിയാങ് സാങ്, ഞാൻ ഇനി മുതൽ നിന്നെ ലിയാങ് സാങ് എന്ന് വിളിച്ചോളാം. ലീ, ഞാൻ പറയുന്നത് കേൾക്കുന്നേ. നിന്നെ കൊണ്ട് മാത്രമേ ഡയറക്ടർ ഹാനിനെ വശത്താക്കാൻ സാധിക്കൂ. പപ്പയുടെ വാശിയും ദേഷ്യവും ഒക്കെ നീ കമ്പനിയുടെ കാര്യത്തിൽ എടുക്കരുത് ലീ, പ്ലീസ്. നിന്റെ ക്യൂട്ട്നെസ് നിറഞ്ഞ ഫേസ് വെച്ച് എന്നെ മയക്കാമെന്ന് കരുതണ്ട സംഗമയി. ഞാൻ നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കില്ല. എനിക്ക് വേറെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിലും പട്ടിയുടെ വാലി എത്ര കാലം കൊള്ളയിലിട്ടാലും നിവരാൻ പോകുന്നില്ലല്ലോ. അത് വളഞ്ഞു തന്നെയല്ലേ ഇരിക്കൂ. ഇവൾക്ക് കൊടുത്ത പണിയൊന്നും പോരാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ സമയം വൈകാതെ ഇലക്കി പോയിക്കോ. ഇനി സൺഡേ അല്ലേ, ഒരു റെസ്റ്റ് ഒക്കെ നല്ലതാ. യു ക്യാൻ ഗോ. താങ്ക് യു സംഗമയി. നമുക്ക് പിന്നെ കാണാം. ശരി എന്നാ ഞാൻ പോട്ടെ. ലക്കി, 1 minute. എന്താ സംഗമയി, എന്താ വിളിച്ചേ? ലക്കി, ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്താ എന്റെ ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഞാനത് പറഞ്ഞാൽ നീ എനിക്കത് സാധിച്ചു തരുമോ? സംഗമയി എന്നോട് നേരിട്ട് ആവശ്യപ്പെടുന്ന കാര്യമല്ലേ, ഞാൻ എങ്ങനെ നോ പറയും? സംഗമയി കാര്യം പറ. കാര്യം പറയാം. നാളെ നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, ലീ പങ്കെടുക്കണം. പിന്നെ ഹാങ്സ് ഗ്രൂപ്പിന്റെ ഷെയർ നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടുകയും വേണം. ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ലിയോൺ വരില്ല എന്ന് നേരിട്ട് പറഞ്ഞല്ലേ. ഇതിലിപ്പോ എന്റെ ഹെൽപ്പ് എങ്ങനെ സംഗമയി? ഞാൻ പറഞ്ഞാലും ലീ അത് കേൾക്കാൻ പോകുന്നില്ലല്ലോ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതല്ലക്കി. നിന്നെ കൊണ്ട് അവനെ ഈ നാളത്തെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ കഴിയും. അതെന്തായാലും നേരായ മാർഗത്തിലൂടെ നടക്കില്ല എന്ന് 100% ഉറപ്പാണ്. സോ സംഗമയി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അവനെ നാളത്തെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുന്നു. എങ്ങനെ? ലിയോൺ അതിന് സമ്മതിക്കുമോ? ഹാൻ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ. ഈ എങ്ങോട്ടേക്ക് പോകുന്നതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇന്നലെ കണ്ട പെണ്ണിന്റെ പുറകെ അല്ല, അവളുടെ അടുത്തേക്കാണ് ഈ പോക്ക്. എനിക്കത് മാത്രം അറിഞ്ഞാ മതി. ഇതിലെങ്കിലും നീ ഉറപ്പിക്കോ ലൈഫ് ലോങ് നിന്റെ ഗേൾഫ്രണ്ട് ഇവളായിരിക്കുമെന്ന്? ഐ ഡോണ്ട് നോ, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സോ. ചിലപ്പോ ഇവളായിരിക്കും എന്റെ ലൈഫ് പാർട്ട്ണർ, ദെൻ ഇവളായിരിക്കില്ല. ഐ ഡോണ്ട് നോ. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഓ, എന്നിട്ട് എന്താണാവോ ഭവതിയുടെ നെയിം? ഷെൻ ഷുവാൻ, ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ ആണ്. ലുക്ക് സോ സ്മാർട്ട്. കൊള്ളാം. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ഇതിലെങ്കിലും ഒന്ന് ഉറപ്പിക്കണേ. ഷെൻഷുവാനെ മീറ്റ് ചെയ്തതിനു ശേഷം നല്ലൊരു ഗുഡ് ബൈയും പറഞ്ഞ് അവളെ അങ്ങോട്ട് സെറ്റിലാക്കി പറഞ്ഞയച്ചിട്ട് ആ ഹാളിൽ മുങ്ങിയിരിക്കുന്ന ഡിജയിലേക്ക് ഞാൻ നോക്കട്ടെ തെറ്റിച്ചു നിന്നു. അങ്ങനെ എന്റെ ലൈഫിൽ നിന്നും അടുത്ത ഗേൾഫ്രണ്ടും പടിയിറങ്ങിപ്പോയി. ഇതിനൊടുക്കം ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്ന കാര്യം നടക്കാത്തത് കൊണ്ട് ഞാൻ പാർട്ടി ഹാളിൽ നിന്നും ഇറങ്ങി ഹോട്ടൽ എൻട്രൻസിലേക്ക് ചെന്നപ്പോ അവിടെ മീഡിയാസ് ഒക്കെ വളർന്നു നിൽക്കുന്നു. ഓ, ഇത്രയും പെട്ടെന്ന് ഗുഡ് ബൈ പറഞ്ഞ് നീ വന്നോ? സോ ഫാസ്റ്റ്. പോകാം, ഇനി ഇവിടെ നിൽക്കണ്ട. ഇവളും സാർ ഉദ്ദേശിച്ച ആളല്ല അല്ലേ ലീ? ഐ നോ. ഇത് ഇങ്ങനെ അവസാനം വരുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. അതുകൊണ്ടല്ലേ നിന്നെ ഫോളോ ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി അധികം ഇവിടെ നിന്ന് കാല് കഴിക്കേണ്ട. നീ കേറ്, ഞാൻ ഡ്രൈവ് ചെയ്യാം. അത് വേണ്ട, നീ കേറ്, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ലീ, അവിടെ എന്താടാ ഒരു ആൾക്കൂട്ടം ബഹളമൊക്കെ? അവിടെ എന്താ?
റോക്ക് സ്റ്റാർ ഹുവാൻ, അവനെ കാണാനുള്ള തിരക്ക. ഇവനെന്താ ഫോൺ എടുത്താൽ പുല്ലി. പൊന്നിലേക്ക് നീ ഒന്ന് അടങ്ങ്, ഇതൊന്ന് കഴിക്കേ, എന്നിട്ട് അവനെ വിളിച്ചാ മതി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇന്ന് നടക്കാൻ പോകുന്ന ആ മീറ്റിംഗ് എത്രത്തോളം ഞങ്ങളുടെ കമ്പനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് ഞങ്ങൾക്കേ അറിയൂ. ആ ലിയോൺ ആണെങ്കിൽ അവനില്ലാതെ ആ മീറ്റിംഗ് പൂർത്തിയാക്കുകയില്ല. ആ പ്ലേ ബോയ് ആണെങ്കിൽ എന്റെ കോൾ അറ്റൻഡ് ചെയ്യുകയില്ല. അവനെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് അതിനൊക്കെ പരിഹാരം കാണാം. നീ ആദ്യം വന്ന് ഫുഡ് കഴിക്കിലേക്ക്. എനിക്ക് ചാനലിലേക്ക് പോകാനുള്ളതാ, പ്ലീസ്. ഹലോ ലക്കി, എന്തായി? അവന് കിട്ടിയോ? നീ എവിടെയുള്ളത്? തമ്മേ, ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കി, അവൻ കോൾ എടുക്കുന്നില്ല. ഒരുപാട് തവണ വിളിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവനെന്തായാലും ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാവും. നീ വീട്ടിൽ പോയിട്ട് തൂക്കിയെടുത്ത് അവൻ ഓഫീസിൽ കൊണ്ടുവിട്. ബാക്കിയൊക്കെ എന്താ വെച്ചാ ചെയ്യാം. ഓക്കെ സമ്മേ, ഞാൻ എന്നാ ലിയോന്റെ വീട്ടിലോട്ട് പോയേക്കാം. ഓക്കെ, ബൈ ബൈ. ജി മെസ്സേജ് ആക്കിയിട്ടുണ്ട്. ഈവനിങ് നീ ചാനലിൽ നിന്ന് ഇറങ്ങുമ്പോ അവളെ ഹോസ്പിറ്റലിൽ നിന്നും പിക്ക് ചെയ്യാൻ പറഞ്ഞു, മറക്കണ്ട. ഓക്കെ. അല്ല, അവളെ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഹീസ് ഫൈൻ നൗ. നമുക്ക് പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പോവാം. ഞാൻ പറഞ്ഞത് മറക്കണ്ട, അവളെ പിക്ക് ചെയ്യണം. ഓക്കെ. ലക്കി ലക്കി ലക്കി, വെയിറ്റ് ഒരു മിനിറ്റ്. ലക്കി അവിടെ നിന്നേ. നല്ല കാര്യത്തിന് പോകുമ്പോ പിറകെ നിന്ന് വിളിക്കരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കോപ്പി. എന്താ കാര്യം, വേഗം പറ. നീ ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ചൈൽഡിഷ്. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് ജിയെ പിക്ക് ചെയ്യാൻ ന്യൂയാങ്ങിനെ വിട്ടാ പോരെ എന്ന് ചോദിക്കാനാ. അതാകുമ്പോ അവര് തമ്മിൽ ഒന്നും കൂടി മിങ്കിൾ ആയിക്കോളും. എന്ത് പറയുന്നു? അതൊരു നല്ല ഇൻസിഡന്റ് ആണ്. ഓക്കെ, നീ ന്യൂയാങ്ങിനെ വിളിച്ച് എല്ലാം പറഞ്ഞേക്ക്. ഞാൻ ഇറങ്ങട്ടെ. ശരി. താനെന്താ ഈ വെളുപ്പം കാലത്ത്? അകത്തേക്ക് വാ, ഞാൻ അത് വിളിച്ചില്ല. വാ, കേറ്. ലുഹാൻ, ലിയോൺ എവിടെ? ലിയോ? അവനെവിടെ? അവന്റെ റൂമിൽ കാണും. അല്ല, എന്താ കാര്യം? അവന്റെ കയ്യിൽ ഇത് ഷോക്ക് വേണ്ടി വെച്ച് നടക്കുന്നതാണോ ഈ സാധനം? ഞാൻ എത്ര തവണ അവനെ വിളിച്ചെന്ന് അറിയാമോ? ഇവൻ ഇതെവിടെ പോയി? ലീ, അല്ല, അവനെവിടെ പോയി ലുഹാൻ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. വെയിറ്റ് ലക്കി, ഇത്ര നേരം അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതെവിടെ പോയി? ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. വെയിറ്റ് ഒരു മിനിറ്റ്. ഡാമേജ് കോൾ എടുക്കണം. കോപ്പി, നീ എവിടെ പോയി കിടക്കുവാ? നിന്നോട് എത്ര തവണ പറഞ്ഞാലും നിനക്കെന്താ അതൊന്നും അനുസരിക്കാൻ ഭാവമില്ലേ? നീ ഇതെവിടെയാ? പൂൾ സൈഡിലാണ്, ഇവിടെ ഇല്ല. പൂൾ സൈഡോ? അവനിപ്പോ എവിടെയുള്ളത്? ലീ ഇപ്പോ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ്. ഹൂസ് ദിസ്? എക്സ്ക്യൂസ് മീ, ഇവിടെ പൂൾ സൈഡ് എവിടെയാണെന്ന് പറഞ്ഞുതരാമോ? യെസ് മാം, എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ആ ലിയോണിനെ കൊല്ലാനുള്ള ദേശത്തോടെ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോ ബിഗ്നിയിട്ടിട്ടുള്ള ഒരുപാട് ലേഡീസ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പരം നടന്ന് പൂളിൽ നിന്ന് നീരാടി രസിക്കുന്നതൊക്കെ കണ്ട് ആ ആൾക്കൂട്ടത്തിലേക്ക് ഞാൻ ആ ലിയോണിനെ തപ്പിക്കൊണ്ടേയിരുന്നു. പെണ്ണെന്ന് കേട്ടാൽ തന്നെ വാലാട്ടി പോകുന്ന ഇന്റർനാഷണൽ പ്ലേ ബോയ് ആയതുകൊണ്ട് അധികവും പെണ്ണുങ്ങളിലേക്കാണ് എന്റെ നോട്ടം ചെന്ന് പതിച്ചത്. അവരുടെയൊക്കെ കൂടെ വേറെ ആമ്പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. ആ ലിയോൺ എവിടെയാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് അവരെ വിളിച്ചാലോ എന്ന് തോന്നിയത്. അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് അവരെ കോൾ ചെയ്തുകൊണ്ട് ഫോൺ കാതിലേക്ക് വെച്ച് അടുപ്പിച്ച് ആരോടൊക്കെ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് പൂൾ സൈഡിൽ നടന്നു വരുന്ന അവരെ എന്റെ നോട്ടം ചെന്ന് നിന്നു. അവനെ കണ്ടത് ഞാൻ കോൾ കട്ടാക്കി അവനെ നോക്കി നെടുവേർപ്പെട്ട് അവന്റെ അടുത്തേക്ക് പോകാൻ നിന്നപ്പോ അവിടെ ഒരു ടേബിൾ ചുറ്റി നിൽക്കുന്ന 3 പെണ്ണുങ്ങൾ അവനെ പറ്റി സംസാരിക്കുന്നത് അറിയാതെ എന്റെ ശ്രദ്ധയിൽ പെട്ടുപോയി. മിന്നൈ, അവൻ ആരാണെന്നറിയോ? ദ ഇന്റർനാഷണൽ പ്ലേ ബോയ് എന്നറിയപ്പെടുന്ന കോങ് ഗ്രൂപ്പിന്റെ വരും കാല ചെയർമാൻ ലിയോൺ. He's really hot and handsome man. Yeah. എന്താ മിന്നൈ, ഒന്ന് മുട്ടി നോക്കുന്നോ? Why not? ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരു ബോയ്, so sexy man. Then why not?
കുറച്ചു സമയം ആ മിങ്മയുടെ പട്ടി ഷോ ആയിരുന്നു. ലിയോണിനെ ഇടക്കണ്ണിട്ട് നോക്കി പൂൾ സൈഡിൽ കൂടി അവളുടെ വെള്ള ഫ്രോക്ക് പറത്തി സ്ലോ മോഷനിൽ നടത്തും. കാറ്റിൽ പാറ നടക്കുന്ന ആ ഫ്രോക്ക് കണ്ടിട്ട് അവിടെയുള്ള ഒക്കെയും അവളെ വായും പൊളിച്ച് നോക്കിയിട്ട് എന്താ നടക്കുന്നതെന്ന്. അതനുസരിച്ച് ഞാനും കുറച്ചു സമയം അവിടെ നോക്കി നിന്നു. ആ ലിയോൺ ആണെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കുന്ന ഗ്യാങ്ങിന്റെ നോട്ടം അവളിലേക്ക് തെറ്റിയപ്പോഴാണ് അവൻ പോലും അവളെ തിരിഞ്ഞു നോക്കിയത്. അപ്പൊ തന്നെ അവളെ ശ്രദ്ധിക്കാതെ അവളെ ജാടയിട്ട് അവനെ തൊട്ടില്ലേ എന്ന രീതിയിൽ പാസ്സായി അവിടെ നിന്ന് ആരോടോ സംസാരിച്ചു നിന്നു. അപ്പം മുതൽ വെച്ച കണ്ണാടി എടുക്കാതെ ആ പരട്ട പ്ലേ ബോയ് അവളെ നോക്കാൻ തുടങ്ങിയിട്ട് അവളെ അതൊക്കെ കണ്ടിട്ട് കാണാത്ത പോലെ അവനെ ഇടക്കണ്ണിട്ട് നോക്കി ആരൊക്കെയോ എന്തൊക്കെയോ മിന്നുന്നുണ്ട്. അപ്പൊ തന്നെ ആ മിന്നയുടെ വായകൾ അവളെ ഇപ്പൊ കാണുന്നത് പോലെ ലിയോണിന്റെ അടുത്തേക്ക് ചെന്ന് അവളെ പേര് വിളിച്ചു നോക്കി കൈ കാണിച്ചത് അവൾ വലിയ ഡ്രാമ ക്യൂണിനെ പോലെ സ്ലോ മോഷനിലേക്ക് അവരിലേക്ക് തിരിഞ്ഞ് നോട്ടം തെറ്റിച്ച് തിരിച്ച് ഹായ് കാണിച്ചു. അവളുടെ പേര് വിളിക്കുന്നത് കേട്ട് ആ ലിയോൺ ആണെങ്കിൽ അവളുടെ പേര് മെല്ലെ ഉരുവിട്ടിട്ട് ചിരിച്ചോണ്ട് അവളെ നോക്കി. ആ പെണ്ണുങ്ങളാണെങ്കിൽ ഡ്രാമ ക്യൂണിന്റെ അടുത്തേക്ക് ചെന്ന് കൈ പിടിച്ച് ഓരോന്ന് കേൾപ്പിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് നിൽപ്പുറക്കുന്നില്ലായിരുന്നു. അപ്പൊ തന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയത് അവൾമാരെയൊക്കെ കൈ തട്ടി ആ മിമ്മയുടെ ഡ്രസ്സിലേക്ക് അവളെ കയ്യിൽ ഡ്രിങ്ക്സ് മറിയുന്നത് പോലെ കാണിച്ച് ആ പെണ്ണുങ്ങൾ തന്നെ അവളുടെ ഡ്രസ്സിലൂടെ ഡ്രിങ്ക്സ് വഹിക്കുന്നത് കണ്ട് എന്റെ കാലവിടെ സ്റ്റിപ്പായിപ്പോയി. എന്തിവിടെ നടക്കുന്നത്? ഡ്രാമയിൽ വരെ ഉണ്ടാവില്ല ഇത്രക്കും ഡ്രാമാറ്റിക്. അത് കണ്ടിട്ട് ആ പ്ലേ ബോയ് ആണെങ്കിൽ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് ആ പെണ്ണിന്റെ നേരെ നീട്ടിയപ്പോ അവളെ നോക്കി ചിരിച്ചോണ്ട് വാങ്ങി അവളുടെ ഡ്രസ്സ് നിന്ന് തുടക്കാൻ തുടങ്ങി. ഇതൊക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. അപ്പം തന്നെ രണ്ടിനെ എടുത്ത് ആ പൂളിലേക്ക് തള്ളിയിട്ട് മുക്കി കൊല്ലാൻ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പുണ്യം എന്ത് ഷോയാണെന്നറിയോ എന്ന് കരുതി ഇവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഈ പ്ലേ ബോയി ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് എന്റെയും കൂടെ ഉത്തരവാദിത്തമായുണ്ട്. അതെനിക്ക് നിറവേറ്റിയേ പറ്റുകയുള്ളൂ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി മൂപ്പറും മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളി വന്നതാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. യോഹാനോട് പറഞ്ഞിരുന്നേല് അവൻ എന്തെങ്കിലും പറഞ്ഞ് എന്നെ തടഞ്ഞ് നിർത്തുമായിരുന്നു. എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മുൻകൂട്ടി കണ്ടു ആരെയും അറിയിക്കാഞ്ഞത്. ഞാനിവിടെ എത്തിയപ്പോഴേക്കും പാർട്ടി ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇവിടെ അധികം വരുന്നവർ ഫ്രഷേഴ്സും പിന്നെ ഫോറിനേഴ്സും അങ്ങനെ ഓരോരാണ്. എന്റെ പേര് ലയോൺ. ബൈ ദ വേ നൈസ് ടു മീറ്റ് യു. ലയോൺ. എന്റെ പേര് ലക്കി. നീ എന്തിവിടെ? നിനക്കെന്തിവിടെ കാര്യം? എന്നെ കണ്ടെത്തുക എന്നത് എന്റെ ഉത്തരവാദിത്തമായി പോയില്ലേ മിസ്റ്റർ ലയോൺ. അതുകൊണ്ട് ഇവിടെ എത്തി. താൻ എന്താണ് ഈ കാണിച്ചത്? മിസ് മിങ്മേ, ഐ തിങ്ക് നിന്റെ ഡ്രസ്സിൽ എന്തോ പറ്റി പിടിച്ചിട്ടുണ്ട്. എന്തായാലും പൂളർ വീണത് നന്നായി. ഇതൊക്കെ നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് കറിയാൻ മതിയല്ലോ. താന്റെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? മര്യാദയ്ക്ക് മിങ്മയോട് പോയി സോറി പറഞ്ഞിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. മിസ്റ്റർ ലിയോൺ, ആ ഡ്രാമ ക്യൂണിനോട് പോയി സോറി പറയാൻ മാത്രം ഞാൻ അവളെ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു സോറി പറഞ്ഞ ക്ഷീണം ഇതുവരെയായിട്ട് എനിക്ക് മാറിയിട്ടില്ല. പിന്നെയല്ല അടുത്തത്. പിന്നെ എന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അങ്ങനെ ചുമ്മാ പോകാനല്ലല്ലോ, ഇയാളെ ഇവിടുന്ന് കെട്ടി എഴുന്നള്ളിക്കാനല്ലേ. What do you mean? ഇങ്ങോട്ടെന്നോ? ഇന്ന് രാവിലെ 11 മണിക്ക് ഹാങ് ഗ്രൂപ്പ്സിന്റെ ഡയറക്ടറുമായി നമുക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. ഇത്ര പെട്ടെന്ന് നടന്നു? ഓർത്തു വെക്കാൻ മാത്രം ഇമ്പോർട്ടന്റ് ഉള്ള മീറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓർമ്മയുമില്ല. സോ ഇനി ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് താൻ ഒരിക്കലും കരുതണ്ട. ഇവിടെ വേരും വെച്ച് നിൽക്കാണ്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. മിസ്റ്റർ ലിയോൺ, എന്റെ കൂടെ വരുന്നില്ലെന്ന് തീർത്ത് പറയുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ആലോചിക്കുന്നതല്ലേ നല്ലത്. അത് ഭാവിയിൽ ഗുണം ചെയ്യും. ലൈക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞു, യു ക്യാൻ ഗോ. ഇനി ഇവിടെ നിൽക്കണ്ട, പോ. പോവല്ലേ സർ. ഈ വീഡിയോ ഒന്ന് നോക്ക് സർ.
സാറിന്റെ ഈ വീഡിയോ ഞാനെടുത്ത് വൈബോയിലിട്ട സാർ മീറ്റുകൾ കൊണ്ട് ഭയങ്കര പോപ്പുലാരിറ്റി ഉള്ള സെലിബ്രിറ്റിയെ പോലെയാവും. അതുപോലത്തെ ആക്ടിംഗ് അല്ലേ ഇതിലുള്ളത്. സോ ഈ വേഷം കണ്ടാൽ ആർക്കും പറയില്ല ലിയോൺ സാറാണെന്ന്. അപ്പൊ എന്ത് പറയുന്നു, ഞാനിത് വൈബോയിലിടുന്നു അതോ സാർ എന്റെ കൂടെ വരുന്നു? എന്നോട് കളിക്കാൻ നിൽക്കരുത്. എന്നെ നിനക്ക് തികച്ച അറിയില്ല മോളെ ലക്കി. ഇതിൽ കൂടുതൽ എന്താണ് അറിയാനുള്ളത് സർ? ദ ഇന്റർനാഷണൽ പ്ലേ ബോയുടെ ലീലാവിലാസങ്ങളൊക്കെ ഞാൻ കൺകുളിർക്കെ കണ്ടതാ. അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് അറിയണമെന്ന് യാതൊരു താല്പര്യമില്ല. സാർ എന്ത് പറയുന്നു, വരുന്നു അതോ ഞാൻ ഈ വീഡിയോ വൈബോൾ സ്പ്രെഡ് ചെയ്യണോ? താടി ഇങ്ങോട്ട് ഫോൺ തോരാൻ നിന്നോടല്ലേ തരാൻ പറഞ്ഞത്. സോറി ഗൈസ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഐ എം സോറി ഫോർ ഡിസ്റ്റർബിങ്. മാറി നിൽക്കടേ അങ്ങോട്ട്. തനിക്ക് എന്താണ് വേണ്ടത്? മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ ലിയോൺ ആരെന്ന് നിന്നെ ഞാൻ അറിയിക്കും. സാർ, തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്റെ കൂടെ ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങി വരാം. എന്നിട്ട് ഹാൻഡ് ഗ്രൂപ്പ്സുമായിട്ടുള്ള മീറ്റിംഗ് പങ്കെടുത്ത് അവരെ കമ്പനി ഷെയർ നമ്മുടെ കമ്പനിയിലേക്ക് വാങ്ങിച്ചു തരണം. ഇല്ലെങ്കിൽ നീ എന്താ ചെയ്യണ്ടേ? മൂക്കി കെട്ടുവോ? ഇല്ലെങ്കിൽ ഞാൻ കൂടുതലൊന്നും ചെയ്യില്ല സാർ. ഈ വീഡിയോ അതുപോലെ വൈബിൽ പോസ്റ്റ് ചെയ്ത് ഇയാളെ പോപ്പുലാരിറ്റി കുറച്ചും കൂടി കൂട്ടിത്തരും. എന്ത് പറയുന്നു സാർ? സമ്മൈ, അവളല്ലേ നിനക്ക് ഈ വീഡിയോ തന്നത്? സത്യം പറ. സോറി സാർ, അതിനൊന്നും ഇവിടെ നോ പ്രസക്തി. വീഡിയോയിൽ മാത്രമാണ് കാര്യം. സാറ് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാനിത് വൈബോ ന്യൂസ് അതുപോലെ പബ്ലിഷ് ചെയ്യും. സാർ അങ്ങ് പോപ്പുലാരിറ്റി കൊണ്ട് കീഴി നിൽക്കും. എന്ത് പറയുന്നു? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തോ. ഐ ഡോണ്ട് കെയർ. ഈ വീഡിയോ അല്ല എന്റെ ഭാവി തീരുമാനിക്കേണ്ടത്. ഫൈൻ. തന്റെ ഇമേജിന് ഈ വീഡിയോ ഒരു കോട്ടവും തരാത്ത സ്ഥിതിക്ക് ഞാൻ ഇത് വൈബോയിൽ പോസ്റ്റാൻ പോവാണ്. എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് വൈബോയിൽ തീരെ ഫോളോവേഴ്സ് കുറവാണ്. ഇതാകുമ്പോ എനിക്ക് നല്ല പബ്ലിസിറ്റി കിട്ടും, എനിക്ക് കുറച്ച് ഫോളോവേഴ്സും കിട്ടും, അത്യാവശ്യം ലൈക്കും കമന്റും ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ ശരി, ഞാൻ ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരാം. ലക്കി സ്റ്റോപ്പ്. ആ വീഡിയോ പോസ്റ്റ് ചെയ്യരുത്. ലക്കി, ഞാൻ നിന്നോടാ പറഞ്ഞത്. അല്ല തന്നെയല്ലേ പറഞ്ഞത് മിസ്റ്റർ. ഇത് വൈബോയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ എന്താ ഞാൻ വൈബോയിൽ പോസ്റ്റ് ചെയ്താൽ കുഴപ്പം? തനിക്കിപ്പൊ ഞാൻ മീറ്റിംഗിൽ പങ്കെടുക്കണം, അത്രയല്ലേ വേണ്ടൂ. ഞാൻ വരാം, വാ. നോ സർ, എനിക്കൊരു ഉദ്ദേശമില്ല. എനിക്ക് വേണ്ടത് സാർ അതിൽ പങ്കെടുക്കുക മാത്രമേ ഉള്ളൂ. സാർ അത് പങ്കെടുത്താൽ മതി. ചെറിയ ഡ്രസ് ചേഞ്ച് ചെയ്ത് പോവാ. ഈ വേഷത്തിലൊന്നും മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഏത് ഡ്രസ് ഇടണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതിലൊന്നും കൈ കടത്താൻ ആർക്കും ഞാൻ ഒരു അധികാരവും അവകാശവും കൊടുത്തിട്ടില്ല. എന്നെ അവൻ ഇപ്പൊ എന്നെ കടിച്ചു കയറുമെന്ന് മറ്റുള്ള പറഞ്ഞത് ഞാൻ ഒരു ഭാവമാറ്റം ഇല്ലാതെ അവളെ നോക്കി കൈകാട്ടി കാറിൽ ചാടി നിന്നു. അപ്പൊ തന്നെ അവൾ കാര്യം പിടികിട്ടിയതും അവൾ എന്തൊക്കെയോ പെരുവിടുത്തോണ്ട് ആ സ്കൂട്ടർ കൊണ്ട് കാറിലേക്ക് കയറി. അവന്റെ അപ്പോഴത്തെ എക്സ്പ്രഷനൊക്കെ കണ്ട് ഞാൻ ആകെ ചീരി കടിച്ചു പിടിച്ച് കാറിൽ കയറിയതും ഞാൻ വാ പൊത്തി പിടിച്ചോണ്ട് ഹായ് എഴുതി ചിരിച്ചു.